നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ വിമാനം നിയന്ത്രണം മാറി പാകിസ്ഥാൻ വ്യോമപാതയിൽ പ്രവേശിച്ചു. ഡൽഹിയിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലേക്ക് പോയ വിമാനമാണ് ലാൻഡിംഗ് ശ്രമത്തിനിടെ നിയന്ത്രണം മാറിയത്. പിന്നാലെ പാകിസ്ഥാൻ വ്യോമപാതയിലേക്ക് നിയന്ത്രണം മാറി പ്രവേശിക്കുകയായിരുന്നു. ജൂൺ 22-നാണ് സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു എയർ ഇന്ത്യ വിമാനം. ലാൻഡിംഗ് ഒഴിവാക്കി വീണ്ടും മുകളിലേക്ക് ഉയർന്നപ്പോഴായിരുന്നു വിമാനം പാക് അതിർത്തി കടന്നത്. എയർ ഇന്ത്യ അധികൃതർ തന്നെയാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചത്, ഈ വിവരം പുറത്തുവിട്ടത്. ഡൽഹിയിൽ നിന്നും അമൃത്സറിലേക്ക് സർവീസ് നടത്തിയ A1479 വിമാനമാണ് പാകിസ്ഥാൻ വ്യോമപാതയിൽ അല്പം ഉള്ളിലേക്ക് കടന്നതെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ലാൻഡിംഗ് സുരക്ഷിതമല്ലെന്ന് കണ്ട് വിമാനം വീണ്ടും മുകളിലേക്ക് ഉയർത്തി. ഇതിനിടയിലാണ് വീഴ്ചയുണ്ടായത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും എയർലൈൻ ആഭ്യന്തരമായി അന്വേഷണം തുടങ്ങിയതായും അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് എയർ ഇന്ത്യ മുൻഗണന നൽകുന്നതെന്നും കമ്പനി വ്യക്തമാക്കുകയുണ്ടായി. അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയുണ്ടായ ഗോ എറൗണ്ട് നടപടിക്കിടെയായിരുന്നു ഏതാനും നിമിഷത്തേക്ക് വിമാനം പാകിസ്ഥാൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചതായി എയർ ഇന്ത്യ വ്യക്തമാക്കിയത്. അട്ടാരി അതിർത്തിക്ക് സമീപം അന്താരാഷ്ട്ര അതിർത്തി മറികടന്ന് ഏതാണ്ട് 2 മിനിറ്റിൽ താഴെ സമയം വിമാനം പാകിസ്ഥാന്റെ വ്യോമ അതിർത്തിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. അമൃത്സർ വിമാനത്താവളത്തിൽ കനത്ത തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ സാഹചര്യം ഉണ്ടായതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. നിരവധി വിമാനങ്ങളോട് ലാൻഡിങ്ങിന് മുമ്പ് ആകാശത്ത് ചുറ്റിക്കറങ്ങാനുള്ള ഗോ എറൗണ്ടിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടെ A1479 വിമാനവും ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിച്ച് സുരക്ഷാ നടപടിയുടെ ഭാഗമായി ഗോ എറൗണ്ട് നടത്തി. ഇതിനിടെയായിരുന്നു വിമാനം ഏതാനും മിനിറ്റ് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചത്. തുടർന്ന് ഉടൻ തന്നെ ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് തിരിച്ചെത്തിയതായി അധികൃതർ വ്യക്തമാക്കി. അമൃത്സർ വിമാനത്താവളത്തിലെ തിരക്ക് തുടർന്നതിനാൽ പിന്നീട് വിമാനം ബദൽ വിമാനത്താവളമായ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടാൻ തീരുമാനിക്കുകയായിരുന്നു. അമൃത്സറിന് മുകളിലൂടെ കുറച്ചു സമയം വട്ടമിട്ട് പറന്ന ശേഷമാണ് വിമാനം ഡൽഹിയിലേക്ക് മടങ്ങിയത്. അതിനിടെ ഡൽഹിയിൽ ഇന്ധനം നിറച്ച ശേഷം അന്നേ ദിവസം തന്നെ വൈകുന്നേരം വിമാനം വീണ്ടും അമൃത്സറിലേക്ക് സർവീസ് നടത്തിയതായും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഒരു പാകിസ്ഥാൻ വിമാനവും ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ ഇത്തരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ജൂൺ 12-ന് ലാഹോറിൽ നിന്നും ദുബായിലേക്ക് സർവീസ് നടത്തിയ ഫ്ലൈ ജിന്ന 9P514 വിമാനം പ്രതികൂല കാലാവസ്ഥ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ റൂട്ട് മാറ്റുന്നതിനിടെ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിരുന്നു. പഞ്ചാബിന് മുകളിലൂടെ ഏതാനും നിമിഷങ്ങൾ ഈ വിമാനം പറന്നു. കാലാവസ്ഥ അനുകൂലമായതോടെ വിമാനം വീണ്ടും പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. എയർ ഇന്ത്യ വിമാനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഈ വ്യോമാതിർത്തി ലംഘനവും യാതൊരു സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും അധികൃതർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേസമയം നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇൻഡിഗോ എയർ ഇന്ത്യ വിമാനങ്ങൾ ടാക്സ് വേയിൽ നേർക്കുനേർ എത്തിയതായി ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൂടി നോക്കാം. കഴിഞ്ഞ ദിവസം 7:59 സംഭവം. വൈകിട്ട് 7:59 സംഭവം ഉണ്ടായത്. 2 വിമാനങ്ങൾക്കും സുരക്ഷിതമായ അകലത്തിൽ നിർത്താൻ സാധിച്ചതോടെ വലിയ ആശങ്ക ഒഴിവായി. 164 യാത്രക്കാരുമായി എത്തിയ എയർ ഇന്ത്യ VT-TQV A320 നിയോ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയിലും ഇൻഡിഗോ വിമാനം പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടയിലുമാണ് നേർക്കുനേർ വന്നത്. സുരക്ഷിതമായ അകലത്തിൽ തന്നെ 2 വിമാനങ്ങൾക്ക് നിർത്താനായതായി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് രാത്രി 8:18-ന് എയർ ഇന്ത്യ വിമാനം മറ്റൊരു ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോയ ശേഷം ഇൻഡിഗോ പറന്നുയർന്നു. 20 മിനിറ്റോളമാണ് സംഭവത്തെ തുടർന്ന് ഇൻഡിഗോ വൈകിയത്. വിമാനം വൈകിയതുമായി ബന്ധപ്പെട്ട് പിന്നാലെ ഇൻഡിഗോ പ്രസ്താവന ഇറക്കിയിരുന്നു. മറ്റൊരു വിമാനം അബദ്ധത്തിൽ തങ്ങളുടെ പാതയിൽ വന്നതോടെ അഹമ്മദാബാദ് മുംബൈ 6E5160 വിമാനം വൈകിയെന്നായിരുന്നു ഇൻഡിഗോ വക്താവ് നൽകിയ വിശദീകരണം. പിന്നാലെ ഇൻഡിഗോ വിമാനം സുരക്ഷിതമായി മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതായും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ടാക്സിയിങ്ങിനിടെ തങ്ങളുടെ വിമാനത്തിന് സംഭവിച്ച അബദ്ധമാണെന്ന് പിന്നീട് എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ സമ്മതിച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും എയർ ഇന്ത്യ വിമാനം പിന്നീട് പാർക്കിംഗ് ബേയിലേക്ക് വലിച്ചു കൊണ്ടുപോയതായും അറിയിക്കുകയുണ്ടായ അധികൃതർ സംഭവം റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചതിന് പിന്നാലെ അന്വേഷണവും തുടങ്ങിയതായി എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇനി നമുക്ക് എയർ ഇന്ത്യയുമായി സംബന്ധിച്ചുള്ള മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാം. എയർ ഇന്ത്യ ഗുവാഹത്തിയിൽ നിന്ന് ഓഗസ്റ്റ് 4 മുതൽ അബുദാബിയിലേക്കും ദുബായിലേക്കും വിമാന സർവീസ് തുടങ്ങുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. UAEയിൽ നിന്ന് നേരിട്ടുള്ള വിമാനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അസം സ്വദേശികൾക്ക് നാട്ടിലെത്താൻ വിമാനങ്ങൾ മാറി മാറി കയറേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം സംഭവിക്കുകയാണ്. എയർ ഇന്ത്യ ഗുവാഹത്തിയിൽ നിന്ന് ഓഗസ്റ്റ് 4 മുതൽ അബുദാബിയിലേക്കും ദുബായിലേക്കും വിമാന സർവീസ് തുടങ്ങുകയാണ്. UAEയിൽ നിന്ന് നേരിട്ടുള്ള
വിമാനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അസം സ്വദേശികൾക്ക് നാട്ടിലെത്താൻ വിമാനങ്ങൾ മാറിക്കയറേണ്ട അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും എയർ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വാർത്ത കൂടി നമുക്കൊന്ന് നോക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുന്ന സാഹചര്യമുണ്ടായി. വിമാനം വൈകുന്നു, വിമാനം അടിയന്തരമായി താഴെ ഇറക്കേണ്ട സ്ഥിതികൾ വരുന്നു, മാത്രമല്ല അതിർത്തി മാറി പ്രവേശിക്കുന്നു. അങ്ങനെ സംഭവബഹുലമാണ് എയർ ഇന്ത്യയുടെ കാര്യം. വിമാനം 24 മണിക്കൂറോളം വൈകുമെന്നും പിന്നീട് മാത്രമേ യാത്ര തിരിക്കുമെന്നും യാത്രക്കാർക്ക് വിവരങ്ങൾ നൽകിയിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ ഇത്തരത്തിൽ വൈകാറുണ്ട്. സാങ്കേതിക തകരാറുകൾ കൊണ്ട് വൈകാറുണ്ട്, തിരിച്ചിറക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് വിമാനയാത്രക്കാർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാകും. ഇത്തരത്തിലുള്ള ഒരുപാട് വിമാന സർവീസുകൾ വൈകുന്നു, അതുപോലെ തന്നെ അടിയന്തരമായി ഇറക്കുന്നു, വിമാനത്തിന് കുലുക്കം അനുഭവപ്പെടുന്നു. അങ്ങനെ വിമാനയാത്രക്കാർക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഉള്ളത്. അന്ന് ഇത്തരത്തിൽ എയർ ഇന്ത്യ വിമാനം വൈകിയതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 150ഓളം യാത്രക്കാർ വിമാനത്താവളത്തിൽ ദുരിതത്തിലായിരുന്നു. യാത്രക്കാരിൽ പലരും അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് തിരിക്കേണ്ടവരായിരുന്നു. അച്ഛൻ മരിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരൻ പോലും വിമാനം വൈകിയത് കാരണം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. കൃത്യമായ വിവരങ്ങൾ നൽകാനോ യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്നൊരു പരാതി കൂടി ഒരു വശത്ത് ശക്തമായിരുന്നു. എന്തായാലും ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.